ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻഷിഖാഖ് കഴിഞ്ഞ 19 ക്ലാസ്സുകളിലൂടെ നമ്മൾ ചെറിയ രൂപത്തിലാണെങ്കിലും മനസ്സിലാക്കി കഴിഞ്ഞു. എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്, അതിൻ്റെ വിശദീകരണങ്ങളും മറ്റു കാര്യങ്ങളുമൊക്കെ ഏറെക്കുറെ നമ്മുടെ ചർച്ചയിൽ വന്നു. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിൻ്റെ ഒരു അവലോകനമാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ പരിശുദ്ധ ഖുർആനിലെ 84-ാമത്തെ സൂറത്താണ് സൂറത്തുൽ ഇൻഷിഖാഖ്. ഇൻഷിഖാഖ് എന്ന പദത്തിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ ഈ സൂറത്തിൻ്റെ പേരിൻ്റെ അർത്ഥം പിളരൽ എന്നാണ്. പൊട്ടിപ്പിളരുക എന്നൊക്കെ പറയില്ലേ, പിളരൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ച സൂറത്താണ്, അതായത് മക്കിയായ സൂറത്താണ്. 25 ആയത്തുകളാണ് ഈ സൂറത്തിൽ ആകെ ഉള്ളത്. സൂറത്തിൻ്റെ പ്രതിപാദ്യ വിഷയം, ഈ സൂറത്ത് പരാമർശിക്കുന്നത് അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും പരലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും ആണ്. ആരെങ്കിലും അന്ത്യനാളിനെ നേരിട്ട് കാണാൻ താൽപ്പര്യപ്പെടുന്നുവെങ്കിൽ സൂറത്തു തക്വീറും സൂറത്തുൽ ഇൻഫിത്താറും സൂറത്തുൽ ഇൻഷിഖാഖും പാരായണം ചെയ്യട്ടെ എന്ന പ്രവാചക വചനം, അത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ സൂചിപ്പിച്ചു. ഈ സൂറത്തുകളിൽ അന്ത്യനാളിൻ്റെ വിശദീകരണം അത്രയധികം ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആ പേരെടുത്ത് പറഞ്ഞ 3 സൂറത്തുകളിലെ ഒരു സൂറത്താണ് ഇത്, സൂറത്തുൽ ഇൻഷിഖാഖ്. അന്ത്യനാളിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ വിവരണം ഈ 3 സൂറത്തുകളിലും കൂടുതലായി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൻ്റെ ആദ്യ നാളുകളിലാണ് ഈ സൂറത്ത് അവതരിച്ചത് എന്നതാണ് മുഫസ്സിരീങ്ങൾ അഭിപ്രായപ്പെട്ടുള്ളത്. അന്ത്യനാളും പരലോകവുമാണ് സൂറത്തിലെ പരാമർശ വിഷയം, അത് നമ്മൾ സൂചിപ്പിച്ചു. ഈ സൂറത്ത് നമ്മൾ ഒന്നിച്ചെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യ 5 ആയത്തുകളിൽ അന്ത്യനാളിൽ ആകാശത്തിനും ഭൂമിക്കും സംഭവിക്കുന്ന കാര്യങ്ങളാണ് വിവരിക്കുന്നത്. 1-ാമത്തെ ആയത്തിൽ തന്നെ ആകാശം പിളരുമ്പോൾ, അല്ലെങ്കിൽ ആകാശം പിളർന്നാൽ, പൊട്ടിപ്പിളർന്നാൽ, പിന്നീട് ആ ആകാശം അങ്ങനെ ആവാൻ കടപ്പെട്ടിരിക്കുന്നു, അത് പൊട്ടിപ്പിളരാൻ അതിൻ്റെ റബ്ബ് അതിനോട് പറഞ്ഞാൽ അതങ്ങനെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് 2-ാമത്തെ ആയത്തിൽ. പിന്നീട് ഭൂമിയെക്കുറിച്ചാണ് 3-ാമത്തെ ആയത്തിൽ സൂചിപ്പിച്ചത്. ഭൂമി പരത്തപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നീട്ടിപ്പരത്തപ്പെട്ട് കഴിഞ്ഞാൽ, അടുത്ത ആയത്തിൽ അങ്ങനെ ഭൂമി അതിൻ്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്കിടുകയും അത് ശൂന്യമാവുകയും ഉള്ളിൽ ഒന്നുമില്ലാത്ത രൂപത്തിലേക്കത് മാറുകയും ചെയ്യും. ആ രൂപത്തിൽ അത് പരത്തപ്പെടും. പിന്നീട് അടുത്ത ആയത്തിൽ, 5-ാമത്തെ ആയത്തിൽ ആകാശത്തെക്കുറിച്ച് പറഞ്ഞ അതേപോലെ ഇവിടെയും പറയുന്നു. ഭൂമി അങ്ങനെ ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്നു, അതിൻ്റെ റബ്ബിൻ്റെ കൽപ്പന പാലിക്കാൻ അത് കടപ്പെട്ടിരിക്കുന്നു എന്ന് 5-ാമത്തെ ആയത്തിൽ പറയുന്നു. 6-ാമത്തെ ആയത്തിൽ മനുഷ്യനെ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു. മനുഷ്യൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് റബ്ബിനെ കണ്ടുമുട്ടുന്നു. ഈ ലോകത്ത് അവൻ അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്, കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് റബ്ബിനെ കണ്ടെത്താനുള്ളൊരു പോക്ക് ആയിട്ടാണ്. അവൻ മനഃപൂർവ്വമാണെങ്കിലും അല്ലെങ്കിലും അവൻ അവസാനം എത്തിപ്പെടുന്നത് റബ്ബിൻ്റെ സന്നിധിയിലാണ്. എന്ന് പറഞ്ഞാൽ അവൻ പരലോകത്ത് എന്തായാലും എത്തുന്നു. 7 മുതൽ 15 വരെയുള്ള ആയത്തുകളിൽ പരലോകത്ത് വെച്ച് വേർതിരിയുന്ന, അല്ലെങ്കിൽ 2 വിഭാഗങ്ങളായി തിരിക്കപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന്, വലത് കൈയിൽ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകൾ, അവർക്ക് വളരെ എളുപ്പമുള്ള ഒരു വിചാരണയായിരിക്കും കിട്ടുക. അവർ അവരുടെ ആളുകളുടെ അടുത്തേക്കൊക്കെ സന്തോഷത്തോടുകൂടെ മടങ്ങിപ്പോകും
എന്നും സൂചിപ്പിക്കുന്നു. എന്നാൽ ഇടത് കൈയിൽ പിന്നിലൂടെ ഗ്രന്ഥം ലഭിക്കുന്ന ആളുകളുണ്ട്. അവർ അവരുടെ നാശത്തെ വിളിക്കും. അവർക്ക് സംഭവിച്ച ആ ഒരു ദുരിതമോർത്ത് അവർ നാശത്തെ വിളിക്കും. അവർ നരകത്തിൽ കടന്നെരിയും. അവർ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് അവരുടെ ആളുകളുടെ ഇടയിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ജീവിച്ചവരാണ്. അവർ സ്വയം സന്തോഷിച്ചും മറ്റുള്ള ആളുകൾക്ക് സന്തോഷം നൽകിയും അള്ളാഹുവിനെ മറന്ന് ജീവിച്ച ആളുകളാണ് അവർ. അവർ ഒരിക്കലും ഇങ്ങനെ ഒരു മടങ്ങിപ്പോക്ക്, ജീവിതത്തിൽ നിന്നുള്ള ഒരു തിരിച്ചുപോക്ക്, അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്കുള്ളൊരു പോക്ക് അവർ ചിന്തിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആ ചിന്തയില്ലാതെയാണ് അവർ ജീവിച്ചത് എന്ന് 14-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നു. പക്ഷേ അള്ളാഹു അവരെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ കൂടെ സദാ അള്ളാഹു ഉണ്ടായിരുന്നു എന്ന് 15-ാമത്തെ ആയത്തിലും സൂചിപ്പിക്കുന്നു. 16-ാമത്തെ ആയത്ത് മുതൽ ചില പ്രകൃതി പ്രതിഭാസങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹു സത്യം ചെയ്യുകയാണ്. അസ്തമയ ശോഭയെ വെച്ചുകൊണ്ട് 16-ാമത്തെ ആയത്തിലും രാത്രിയെയും അത് ഉൾക്കൊള്ളുന്നതിനെയും വെച്ച് 17-ാമത്തെ ആയത്തിലും പൂർണ്ണത പ്രാപിക്കുന്ന ചന്ദ്രനെ വെച്ചുകൊണ്ട് 18-ാമത്തെ ആയത്തിലും അള്ളാഹു സത്യം ചെയ്തുകൊണ്ട് പറയുന്നു. 19-ാമത്തെ ആയത്തിൽ ഈ സത്യം ചെയ്യലുകൾക്ക് ശേഷം അള്ളാഹു പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കും, ഒരു പടിയിൽ നിന്ന് മറ്റൊരു പടിയിലേക്ക് നിങ്ങൾ കയറിക്കൊണ്ടിരിക്കും എന്നാണ്. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, ഇങ്ങനെയൊക്കെ ആയിട്ടും ആളുകൾ വിശ്വസിക്കുന്നില്ല. ഇത്തരം ദൃഷ്ടാന്തങ്ങളും ഇത്തരം തെളിവുകളുമൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ആളുകൾ വിശ്വാസം സ്വീകരിക്കുന്നില്ല എന്നാണ്. മാത്രവുമല്ല 21-ാമത്തെ ആയത്തിലും അള്ളാഹു ഇതുപോലെ തന്നെയുള്ള മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിച്ചു കഴിഞ്ഞാൽ ഇത്തരം ആളുകൾ സുജൂദ് ചെയ്യുന്നുമില്ല എന്നുള്ള കാര്യം. പിന്നീട് 22-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവിശ്വാസികളായ ആളുകൾ അവർ സത്യം അറിഞ്ഞിട്ടും കളവാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം മനസ്സിലാക്കിയിട്ടും അത് വിശ്വസിക്കാതിരിക്കുക എന്ന് പറയുന്നത് കളവാക്കലാണ്. അവർ കളവാക്കിക്കൊണ്ടിരിക്കുന്നു. 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത്, അവർ മറച്ചു വെക്കുന്നതിനെ, അവർ സൂക്ഷിച്ചു വെക്കുന്നതിനെ അള്ളാഹു നന്നായി അറിയുന്നു. 24-ാമത്തെ ആയത്തിൽ അത്തരം ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട് എന്ന സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി കൽപ്പിക്കുകയാണ്. പിന്നീട് അവസാനത്തെ ആയത്തിൽ ആ വേദനാജനകമായ ശിക്ഷ ഉണ്ട് എന്ന് പറഞ്ഞതിൽ നിന്ന് ഒരു കൂട്ടരെ ഒഴിവാക്കി പറയുന്നു. അതായത് വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്കൊഴികെ മറ്റുള്ളവർക്കാണ് ഇത്തരം വേദനാജനകമായ ശിക്ഷയുണ്ടാകുക. എന്നാൽ ഈ പറഞ്ഞ ആളുകൾക്ക്, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക്, അവർക്ക് മുറിഞ്ഞു പോകാത്ത പ്രതിഫലമുണ്ട് എന്ന് അവസാനത്തെ 25-ാമത്തെ ആയത്തിൽ സൂചിപ്പിക്കുന്നു. ഇതാണ് ഈ ഒരു സൂറത്തിൻ്റെ ഉള്ളടക്കം. ഇനി നമുക്ക് ഈ സൂറത്ത് പാരായണം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിലേക്ക് പോകാം. 1-ാമത്തെ ആയത്തിൽ ഇസസ്സമാഉ എന്നുള്ളിടത്ത് ഇസ എന്നുള്ള ദാല് അത് ദ ആയിട്ട് മാറാതെ ശ്രദ്ധിക്കണം. ഇദസ്സമാഉ എന്നല്ല, ഇസ എന്നാണ്. ദാലാണ്, ദാലല്ല. അതേപോലെ ഷക്കത്ത് എന്നുള്ളിടത്ത് അവിടെ ഖാഫാണ്, കാഫല്ല. ഷക്കത്ത് എന്നല്ല, ഷക്കത്ത് ഖാ എന്ന ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. 2-ാമത്തെ ആയത്തിലും വ അസിനത്ത് എന്നുള്ളിടത്ത് ദാലാണ്, ദാലല്ല. അതുകൊണ്ട് തന്നെ വ അദിന എന്ന് പറയാതെ ശ്രദ്ധിക്കണം, അദിന എന്നല്ല. പിന്നെ വ അസിനത്ത് ലി റബ്ബിഹ എന്നുള്ളിടത്ത് വ അസിനത്ത് എത്ത് എന്നുള്ള ആ ഒരു താ ചെറിയ രൂപത്തിൽ കേട്ടാൽ മതി. വ അസിനത്ത് എന്ന് എടുത്ത് പറയാൻ പറ്റില്ല. അതിൻ്റെ അവസാനത്തിൽ വഹുക്കത്ത് എന്നുണ്ട്. വഹുക്കത്ത് എന്നുള്ളത് ഹ ആണ്, അത് ഹ ആയിട്ട് വഹുക്കത്ത് എന്നായി മാറരുത്. അതേപോലെ തന്നെ ഹൊക്ക ഖ എന്നാണ്, അത് കാഫായിട്ട് മാറരുത്. വഹുക്കത്ത് എന്നാണ്, ഖ എന്നാണ് അക്ഷരം. 3-ാമത്തെ ആയത്തിൽ വ ഇസൽ അർദു മുദ്ദത്ത്, വ ഇസൽ അർദു, അവിടെ വ ഇസ എന്നാണ്. വ ഇദ എന്നുള്ളത് വ ഇദ എന്നായി മാറരുത്. അതേപോലെ തന്നെ അല്ലർദു, വ ഇദല്ലർദു എന്നുള്ള രൂപത്തിലാവുമ്പോൾ ലാമിന് ഷദ്ദുള്ള രൂപത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് അങ്ങനെയല്ല. വ ഇസൽ അർദു, വ ഇസൽ, അവിടെ ലാമിൻ്റെ സുക്കൂനും അതിനുശേഷമുള്ള ഹംസയും വേറിട്ട് തന്നെ കേൾക്കണം.
വ ഇദൽ അർദു മുദ്ദത്ത്. അടുത്ത ആയത്തിൽ, നാലാമത്തെ ആയത്തിൽ വ അൽഖത്ത് എന്നുള്ളിടത്ത് ഹംസ നഷ്ടപ്പെട്ടു പോകുന്നത് ശ്രദ്ധിക്കണം. വ അൽഖത്ത് എന്നാണ്, വൽഖത്ത് എന്നല്ല, വൽ എന്നല്ല, വ അൽ എന്നാണ്. വ അൽ, അത് വൽ എന്നായി മാറരുത്. വൽഖത്ത് മാഫിഹ എന്നാവരുത്. വ അൽഖത്ത് മാഫിഹ. വ തഖല്ലത്ത്, തഖല്ലത്ത് എന്നുള്ളിടത്ത് ഖാഇന് പകരം ഹ ഓ മറ്റോ ആവാതെ ശ്രദ്ധിക്കണം. വ തഹല്ലത്ത് അല്ല, വ തഖല്ലത്ത്, ഖാ ആണ്. ഖാ പ്രത്യേകമായി ശ്രദ്ധിക്കുക. അഞ്ചാമത്തെ ആയത്തിൽ വീണ്ടും നേരത്തെ പറഞ്ഞ അതേ ആയത്ത് വന്നു. വ അസിനത്ത് ലി റബ്ബിഹ വ ഹുഖത്ത് വന്നു. നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആറാമത്തെ ആയത്തിൽ യാ അയ്യുഹൽ ഇൻസാനു എന്നുള്ളടുത്ത് യാ അയ്യുഹല്ലിൻസാനു, അയ്യുഹല്ലിൻസാനു, ലാമിന് ശബ്ദുള്ള രൂപത്തിൽ അയ്യുഹല്ലിൻസാനു ആവരുത്, അയ്യുഹൽ ഇൻസാനു. അവിടെ ലാമിൻ്റെ സുക്കൂനും ഹംസയും വേറിട്ട് തന്നെ കേൾക്കുക. ഇന്നക കാദിഹുൻ എന്നുള്ളടത്ത് കാദിഹുൻ എന്നോ അല്ലെങ്കിൽ കാദിഉൻ എന്നോ ആവാതെ ശ്രദ്ധിക്കണം. ഹ ആണ്, കാദിഹുൻ എന്നാണ്. ഇലാ റബ്ബിക കദ്ഹൻ എന്നുള്ളിടത്തും കദ്ഹൻ എന്നൊന്നും ആവരുത്, ഹ ആണ് ശ്രദ്ധിക്കുക. ഏഴാമത്തെ ആയത്തിൽ ഫ അമ്മാമൻ എന്നുള്ളിടത്ത് ഫമ്മാമൻ, ആ ഹംസ നഷ്ടപ്പെട്ടിട്ട് ഫമ്മാമൻ എന്ന് വേഗതയിൽ പാരായണം ചെയ്യുന്നത് ശ്രദ്ധിക്കണം. അതേപോലെ കാര്യമായിട്ട് സംഭവിക്കുന്ന ഒരു പോരായ്മ അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഊത്തിയ എന്നുള്ളതിൻ്റെ തുടക്കം. ഫ അമ്മാമൻ ഊത്തിയ എന്നാണ്. അവിടെ സ്പീഡിൽ ഫ അമ്മാമന്നൂത്തിയ, മന്നൂത്തിയ, മന്നൂത്തിയ, അവിടെ ഹംസ നഷ്ടപ്പെട്ടിട്ട് മീമ് കഴിഞ്ഞതിന് ശേഷം നേരെ നൂ എന്ന് മന്നൂത്തിയ എന്ന് പറയുന്നത് ശ്രദ്ധിക്കണം. മൻ ഊത്തിയ, മൻ ഊത്തിയ, അവിടെ ഹംസയും നൂൻ്റെ സുക്കൂനും വേറിട്ട് തന്നെ കേൾക്കണം. പിന്നെ അടുത്ത എട്ടാമത്തെ ആയത്തിൽ ഫസൗഫ യുഹാസബു എന്നുള്ളിടത്ത് യുഹാസബു ആവരുത്, ഹ ആണ്, അത് ശ്രദ്ധിക്കുക. ഹിസാബൻ എന്നുള്ളിടത്തും അതുപോലെ തന്നെ ഹ ആവാതെ ശ്രദ്ധിക്കുക. ഒമ്പതാമത്തെ ആയത്തിൽ വയൻഖലിബ്, ഖ, ഖ എന്നുള്ളത് ക എന്നാവരുത്, വയൻഖലിബു അല്ല, വയൻഖലിബ്, ഖ എന്നാണ്. ഇലാ അഹ്ലിഹി എന്നുള്ള ഭാഗം വേഗതയിൽ പാരായണം ചെയ്യുമ്പോൾ ഇലാഹ്ലിഹി, ഇലാഹ്ലിഹി എന്ന് ഹംസ അവ്യക്തമായി പോകുന്നൊരു സന്ദർഭം വരാറുണ്ട്. ഇലാഹിലിഹി അല്ല, ഇലാ അഹ്ലിഹി എന്ന് ഹംസയെ കൃത്യമായി വെളിവാക്കിക്കൊണ്ട് തന്നെ പാരായണം ചെയ്യാം. അടുത്ത ആയത്തിലും തുടക്കത്തിൽ നേരത്തെ പറഞ്ഞ പോലെ വ അമ്മാമന്നൂത്തിയ എന്ന് പറയാതെ വ അമ്മാമൻ ഊത്തിയ, മൻ ഊത്തിയ, മന്നൂത്തിയല്ല, വ അമ്മാമൻ ഊത്തിയ. പിന്നീട് അടുത്ത ആയത്തിൽ ഫസൗഫ യദ്ഉ എന്നുള്ളിടത്ത് യദ് ഊ എന്നോ യദ്ഹു എന്നോ ആവാതെ നോക്കണം. ഐനാണ്, അവിടെ ഹംസയോ ഹ ഓ ആവാതെ ശ്രദ്ധിക്കുക. അതിൻ്റെ അവസാനത്തിൽ സുബൂറ എന്നുണ്ട്, അത് സുബൂറ എന്ന് സീൻ ആവാതെയും ശ്രദ്ധിക്കുക. 12ാമത്തെ ആയത്തിൽ വയസ്ല എന്നുള്ളിടത്ത് വയസ്ല എന്ന് സീനാവരുത്. സഈറ എന്നുള്ളിടത്ത് സഈറ എന്നോ സഹീറ എന്നോ ആവാതെ ശ്രദ്ധിക്കണം. പിന്നീട് 14ാമത്തെ ആയത്തിൽ അവസാനത്തിൽ യഹൂർ എന്നുണ്ട്, അത് യഹൂർ എന്ന് ഹ ആവരുത്. 15ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ബസീറ എന്നുണ്ട്, അത് ബസീറ എന്ന് സീനാവാതെയും ശ്രദ്ധിക്കുക. 16ാമത്തെ ആയത്തിൽ ഫല ഉഖ്സിമു എന്നുള്ളിടത്ത് ഉഖ്സിമു കാഫ് ആവരുത്, അക്കാര്യം ശ്രദ്ധിക്കുക. പിന്നീട് 19ാമത്തെ ആയത്തിൽ ല തർക്കബുന്ന ത്വബഖൻ അൻ ത്വബഖ് എന്നുള്ളിടത്ത് വേഗതയിൽ പാരായണം ചെയ്യുമ്പോൾ തബഖന്നൻ, തബഖന്നൻ ത്വബഖ് എന്ന രൂപത്തിലേക്ക് വരാതെ ശ്രദ്ധിക്കണം. ല തർക്കബുന്ന ത്വബഖന്നൻ ത്വബഖ് എന്നല്ല, ത്വബഖൻ അൻ ത്വബഖ്, അവിടെ വേറിട്ട് തന്നെ ത്വബഖൻ എന്നുള്ളത് കഴിഞ്ഞ് ഐന് വേറെ തന്നെ കേൾക്കണം. അതല്ലാതെ ത്വബഖന്നൻ ത്വബഖ് എന്ന രൂപത്തിലേക്ക് പോകരുത്. 20ാമത്തെ ആയത്തിൽ ഫമാ ലഹും ലാ എന്നുള്ളിടത്ത് ലഹുല്ല എന്നായി പോകരുത്, മീമ് ചെറിയ രൂപത്തിൽ നഷ്ടപ്പെട്ട് ഫമാ ലഹുല്ല യുഅ്മിനൂൻ എന്നായി പോകരുത്. അതേപോലെ തന്നെ യുഅ്മിനൂൻ എന്നുള്ളതിന് പകരം യൂമിനൂൻ എന്ന രൂപത്തിലേക്ക് ആവരുത്. ഫമാ ലഹുല്ല യുഅ്മിനൂൻ എന്ന് പറയുമ്പോൾ ആ യുഅ്മിനൂൻ എന്നുള്ളതിലെ ഹംസ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാവും, അത് സൂക്ഷിക്കണം. 21ാമത്തെ ആയത്തിൽ വ ഇദ എന്നുള്ളിടത്ത് വ ഇദ എന്ന് ദാലാവരുത്. കുരി അ എന്നുള്ളിടത്ത് കുരി അ കാഫ് ആവരുത്. അലൈഹിം,
അലൈഹിമു എന്നുള്ളിടത്ത് അലൈഹിം ഹംസയായി മാറരുത്. ഇത്രയും കാര്യങ്ങൾ ആ ആയത്തിൽ ശ്രദ്ധിക്കാനുണ്ട്. 22-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ യുകദ്ദിബൂൻ എന്നുള്ളിടത്ത് യുകദ്ദിബൂൻ എന്ന് ദാലാവാതെ ശ്രദ്ധിക്കണം. 23-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ യുഊൻ എന്നുള്ളത് യുഊൻ എന്നോ യുഹൂൻ എന്നോ ആവാതെ നോക്കുക. 24-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ ബി അസാബിൻ അലീം എന്നുള്ളത് ബി അസാബിൻ അലീം ബി അസാബിന്ന എന്ന രൂപത്തിൽ അസാബിൻ അലീം എന്ന രൂപത്തിലേക്ക് ആവരുത്. ബി അസാബിൻ അലീം അത് അങ്ങനെ തന്നെയാണ്. പിന്നീട് അവസാനത്തെ ആയത്തിൽ വ അമിലു എന്ന ഭാഗത്ത് വ അമിലു എന്നാവരുത്. സ്വാലിഹാത്തിന് സാലിഹാത്ത് ആവരുത്. അതേപോലെ ലഹും അജ്റുൻ എന്നുള്ള ഭാഗം ലഹുമ്മജുറിൻ ലഹുമ്മ അങ്ങനെ ലഹും അജ്റുൻ എന്നുള്ളതിന് പകരം ലഹുമ്മജുറുൻ അവിടെ മീമിന് ഷദ്ദ് വരുന്ന രൂപത്തിലേക്ക് ആയിപ്പോവരുത്. അതേപോലെ അജ്റുൻ എന്ന് കഴിഞ്ഞ് ഗൈറു അവിടെ ഗൈറു എന്നുള്ളത് ഐറു എന്നോ ഹൈറു എന്നോ ഒന്നും ആവാതെ ശ്രദ്ധിക്കുക. അത് ഗൈനാണ്. അത് ആ രൂപത്തിൽ തന്നെ ഉച്ചരിക്കുക. ഇത്രയും സ്ഥലങ്ങളിലാണ് നമ്മൾ പാരായണം ചെയ്യുന്ന സമയത്ത് അറിയാതെ ചില സമയത്ത് തെറ്റുകൾ സംഭവിച്ചു പോകാറുള്ളത്. അത്രയും സ്ഥലങ്ങൾ കൂടുതൽ സൂക്ഷ്മതയോടുകൂടെ പാരായണം ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഈ ഒരു സൂറത്തിൽ വന്ന പാരായണ നിയമങ്ങളും പിന്നീട് പാരായണവും നോക്കാം. 1-ാമത്തെ ആയത്തിൽ സമാഉ എന്നുള്ള സ്ഥലത്തൊരു നീട്ടൽ വരുന്നുണ്ട്. അത് മദ് മുത്തസിലാണ്. കാരണം നീട്ടലും ഹംസയും അടുത്തടുത്ത് ഒരേ പദത്തിൽ വന്നു. 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നിർബന്ധമായും നീട്ടേണ്ട സ്ഥലമാണത്. പിന്നീട് ആയത്തിൽ ഇൻഷഖത്ത് എന്ന് വന്നപ്പോൾ ഷീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അത് ഇഖ്ഫാ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നൂനിനെ വ്യക്തമല്ലാത്ത രൂപത്തിൽ മറച്ചു വെച്ചുകൊണ്ട് മണിച്ച് പാരായണം ചെയ്യുക. പിന്നീട് 6-ാമത്തെ ആയത്തിൽ യാ അയ്യുഹ എന്നുള്ള സ്ഥലത്ത് ഒരു നീട്ടൽ വരുന്നു. അത് പക്ഷേ മദ് മുൻഫസിലാണ്. കാരണം യാ എന്നുള്ള നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും അത് വ്യത്യസ്ത പദങ്ങളിലാണ്. അവിടെ 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടൽ നിർബന്ധമൊന്നുമില്ല, അനുവദനീയമാണ്, നീട്ടാം. പിന്നീട് അതേ ആയത്തിൽ ഇൻസാനു എന്ന പദം വരുമ്പോൾ സീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ഇൻസാൻ എന്ന് മണിച്ചിട്ട് പാരായണം ചെയ്യണം. കാരണം അത് ഇഖ്ഫാഇൻ്റെ നിയമമാണ്. വ്യക്തമല്ലാത്ത രൂപത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മറച്ചു വെച്ചുകൊണ്ട് മണിച്ചോതേണ്ട സ്ഥലമാണ് സീനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ. ഇന്നക എന്നുള്ളിടത്ത് നൂനിന് ഷദ്ദ് വന്നു. മുഷദ്ദായിട്ടുള്ള നൂന് അവിടെ മണിക്കണം. കാദിഹൻ എന്നുള്ള ആ ഒരു ഹാഇൻ്റെ തൻവീന് വന്നത് ഹംസയുടെ മുമ്പാണ്. അതുകൊണ്ട് ഇൽഹാർ ചെയ്യണം. കാദിഹൻ എന്നുള്ളതിലെ തൻവീനിലുള്ള നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം എന്നർത്ഥം. അവിടെ ഇൽഹാർ ചെയ്യണം. പിന്നീട് അതേപോലെ കദ്ഹൻ എന്ന സ്ഥലത്ത് കദ് ദാലിന് സുക്കൂന് വന്നു. കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് എടുത്ത് പറയണം. ഹെൻ കദ് ഹെൻ എന്നുള്ളിടത്ത് ഫാഇൻ്റെ മുമ്പാണ് തൻവീന് വന്നത്. അവിടെ മറച്ചു വെച്ചുകൊണ്ട് അവ്യക്തമാക്കിക്കൊണ്ട് മണിക്കുക, അതായത് ഇഖ്ഫാ ചെയ്യുക. കദ് ഹ മുലാഖി. പിന്നീട് മുലാഖി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ കൊണ്ട് നിർത്തുമ്പോൾ മുലാഖി എന്ന് പറഞ്ഞാൽ മതി. ആ ചെറിയ രൂപത്തിലൊരു ഹാഇന് സുക്കൂനുള്ള രൂപത്തിൽ കേട്ടാൽ മതി. മുലാഖീഹി എന്ന് പറഞ്ഞിട്ട് നിർത്തൂല. പിന്നീട് അടുത്ത ആയത്തിൽ ഫ അമ്മ എന്നുള്ള സ്ഥലത്ത് മീമിന് ഷദ്ദ് വന്നു. മുഷദ്ദായിട്ടുള്ള മീമാണ്, മണിക്കണം. മൻ ഊത്തിയ അവിടെ ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ഇൽഹാർ ചെയ്യണം. നൂനിനെ വെളിവാക്കിയിട്ട് വേണം പറയാൻ. മൻ എന്ന് നൂനിനെ വ്യക്തമാക്കണം. കിതാബഹു എന്നുള്ളതിൽ ഒരു ലമീറിൻ്റെ ഹാ വന്നു. കിതാബഹു ഹു എന്നുള്ളത് ആ ഒരു ഹു എന്നുള്ള പദത്തിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം അതിന് കൊടുക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ വാവ് അവിടെ സൂചിപ്പിക്കാനിട്ടുണ്ടാവും. അതിൻ്റെ അവസാനത്തിൽ തന്നെ ബി യമീനിഹി എന്നുള്ള സ്ഥലത്ത് നിർത്തുന്ന സമയത്ത് ബി യമീനി എന്ന് പറഞ്ഞിട്ട് നിർത്തിയാൽ മതി. ഹാഇന് ചെറിയ രൂപത്തിൽ സുക്കൂന് കൊടുത്തിട്ട്. അതേസമയം അടുത്ത ആയത്തിലേക്ക് ചേർത്തി ഓതുകയാണെങ്കിൽ ആ ഹി എന്നുള്ള പദത്തിന് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം കൊടുക്കണം. കാരണം അപ്പോൾ മുമ്പും ശേഷവും അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട് എന്നുള്ള നിയമം അവിടെ ബാധകമാവും. പിന്നീട് അടുത്ത ആയത്തിൽ 8-ാമത്തെ ആയത്തിൽ ഹിസാബൻ യസീറ ഹിസാബൻ അവിടെ ബാഇന് തൻവീന് വന്നു. അത് പക്ഷേ യാഇൻ്റെ മുമ്പാണ്. അവിടെ ഇദ്ഗാം ബിഗുന്ന മണിക്കുകയും ലയിപ്പിക്കുകയും ചെയ്യുക. ഹിസാബൻ യസീറ എന്ന രൂപത്തിൽ. യസീറൻ എന്നാണ് എഴുതിയതെങ്കിലും
പാരായണം നിർത്തുമ്പോൾ യസീറ എന്ന് ഫത്ഹ് കൊടുത്ത് മദ്ദോട് കൂടിയാണ് നിർത്തുക. 9ാമത്തെ ആയത്തിൽ വയൻഖലിബു എന്നുള്ളിടത്ത് ഖാഫിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. വ്യക്തമല്ലാത്ത രൂപത്തിൽ മറച്ചു വെച്ചുകൊണ്ട് മണിക്കുക, ഇഖ്ഫാ ചെയ്യുക. വയൻഖലിബു നൂനിനെ വ്യക്തമല്ലാത്ത രൂപത്തിൽ പറയാം. ഇലാ അഹ്ലിഹി, ഇലാ എന്നുള്ള നീട്ടൽ 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം ആവാം, നിർബന്ധമില്ല. കാരണം അതിനുശേഷം വരുന്ന ഹംസ മറ്റൊരു പദത്തിലാണ്, ഒരേ പദത്തിലല്ല. അപ്പോൾ നീട്ടലും ഹംസയും അടുത്തടുത്തുണ്ടെങ്കിലും വ്യത്യസ്ത പദത്തിലായതുകൊണ്ട് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം, പക്ഷേ അത് നിർബന്ധമില്ല. അഹ്ലിഹി എന്നുള്ള ആ ഒരു ഹി എന്നുള്ള ഹ ഉലമീർ അത് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം. കാരണം അതിന് മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ആ നീട്ടലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു യാഇൻ്റെ കഷ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസ്റൂറ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ റാ എന്ന രൂപത്തിലാണ് പാരായണം നിർത്തുക. മസ്റൂറൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും പാരായണം നിർത്തുമ്പോൾ മസ്റൂറ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. 10ാമത്തെ ആയത്തിൽ വ അമ്മ മീമിന് ഷദ് മണിക്കുക. മൻ ഊത്തിയ നേരത്തെ പറഞ്ഞ അതേപോലെ ഹംസയുടെ മുമ്പ് സുക്കൂനുള്ള നൂന് അവിടെ ഇൽഹാർ ചെയ്യുക. കിതാബഹു എന്നുള്ളിടത്ത് ഹൂ എന്നുള്ള ആ ഒരു നീട്ടൽ ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വേണം. കാരണം അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. ആ ഒരു ചെറിയ നീട്ടലിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ചെറിയ വാവ് അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിതാബഹു എന്ന് ഒരല്പം നീട്ടിയിട്ട് വേണം അവിടെ പാരായണം ചെയ്യാൻ. വറാ എന്നുള്ള നീട്ടൽ, റാ എന്ന നീട്ടൽ നിർബന്ധമുള്ള നീട്ടലാണ്. നേരത്തെ 1ാമത്തെ ആയത്തിൽ സമാ പറഞ്ഞ പോലെ. കാരണം ഒരേ പദത്തിൽ തന്നെയാണ് ഇവിടെയും നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടണം. മദ് മുത്തസിലാണത്. പിന്നീട് ലഹ്രിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ലഹ്രിഹ് എന്ന് പറഞ്ഞ് ഹാഇന് ചെറിയൊരു സുക്കൂന് കൊടുക്കുന്ന രൂപത്തിൽ ആണ്, ഹ് എന്ന രൂപത്തിലാണ് പാരായണം അവസാനിപ്പിക്കുക. അടുത്ത ആയത്തിലേക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ മാത്രം ആ ഹീ എന്നുള്ളത് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടിയിട്ട് ചേർത്തി ഓതുകയും ചെയ്യും. അടുത്ത ആയത്തിൽ 11ാമത്തെ ആയത്തിൽ ഫസൗഫ യദ്ഉ എന്നുള്ളിടത്ത് ദാലിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരമാണ്, കുറച്ച് കട്ടിയിൽ പറയാം. സുബൂറൻ എന്നാണ് എഴുതിയത്, പാരായണം നിർത്തുമ്പോൾ സുബൂറ എന്ന് പറയാം. പിന്നീട് അതേപോലെ 12ാമത്തെ ആയത്തിൽ സഈറൻ എന്നാണ് എഴുതിയത്, പാരായണം നിർത്തുമ്പോൾ സഈറ എന്ന് പറയാം. 13ാമത്തെ ആയത്തിൽ ഇന്നഹു നൂനിന് ഷദ് മണിക്കണം. ഹു എന്നുള്ളത് ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടണം. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അവിടെ ചെറിയ വാവ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഫീ അഹ്ലിഹി അവിടെ ഫീ എന്നുള്ളത് 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാം, നിർബന്ധമില്ല. കാരണം പിന്നീട് വരുന്ന ഹംസ വേറെ പദത്തിലാണ്, അതുകൊണ്ട് നിർബന്ധമില്ല. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. അഹ്ലിഹി എന്നുള്ളതിൻ്റെ അവസാനത്തിലുള്ള ഹി എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ അത് ഹ ഉല്ലമീറാണ്. അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുള്ളത് കൊണ്ട് അതിനെ ഒരു 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടണം. അത് സൂചിപ്പിക്കാൻ വേണ്ടി ചെറിയൊരു യാഇൻ്റെ കഷ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസ്റൂറൻ എന്ന് എഴുതിയിരിക്കുന്നു. മസ്റൂറ എന്ന് പാരായണം നിർത്തുന്ന സമയത്ത് പാരായണം ചെയ്യാം. 14ാമത്തെ ആയത്തിൽ ഇന്നഹു നൂനിന് ഷദ് മണിക്കണം. ഹു എന്നുള്ളത് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടുക. കാരണം ഹ ഉല്ലമീറാണ്. അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതിന് സൂചിപ്പിക്കാൻ ഒരു വാവ് അവിടെ കൊടുത്തിട്ടുണ്ട്. വന്ന നൂനിന് ഷദ് അത് മണിക്കണം. അൻ ലൻ അവിടെ ലാമിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന മണിക്കാതെ ലയിപ്പിക്കണം. ആ നൂനിനെ പറയണ്ട, നേരെ ലാമിന് ഷദ് കൊടുത്താൽ മതി. അല്ലൻ അല്ലൻ എന്നാണ് പാരായണം ചെയ്യുക. അവിടെ എഴുതിയത് അൻ ലൻ എന്നാണെങ്കിലും പാരായണം ചെയ്യുമ്പോൾ അല്ലൻ എന്നാണ് പാരായണം ചെയ്യുക. പിന്നീട് ലൻ എന്നുള്ളതിൽ സുക്കൂനുള്ള നൂന് വന്നു. അത് യാഇൻ്റെ മുമ്പാണ്. അത് പാരായണം ചെയ്യുമ്പോൾ യാഇലേക്ക് നൂനിനെ ലയിപ്പിക്കുകയും മണിക്കുകയും ചെയ്യുക. ലൈ യഹൂർ ലൈ യഹൂർ ലൈ യഹൂർ അവിടെ മണിക്കുകയും വേണം, ലയിപ്പിക്കുകയും വേണം. ഇദ്ഗാം ബിഗുന്ന. അപ്പോൾ ഇദ്ഗാം ബിഗുന്നയും ഇദ്ഗാം ബിലാഗുന്നയും അടുത്തടുത്ത് വന്നു ഈ ആയത്തിൽ. യഹൂർ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരൽപ്പം നീട്ടുക. അത് നമുക്കറിയാം അത് ആരിലാണ്. അവസാനത്തെ റാഇന് നമ്മളായിട്ട് സുക്കൂൻ കൊടുക്കുന്നു. അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 2, 4, 6 അക്ഷരങ്ങളുടെ ദൈർഘ്യം നീട്ടാവുന്ന മദ് ആരിൽ. അപ്പോൾ യഹൂർ എന്ന് നീട്ടിയിട്ട് പാരായണം ചെയ്യാം. റാഇന് അവസാനത്തിൽ സുക്കൂന് കൊടുക്കും വേണം. അടുത്ത ആയത്തിൽ ബല എന്ന് നീട്ടാം. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ ലാ എന്ന് നീട്ടാം. കാരണം അതിനുശേഷം ഹംസ വരുന്നുണ്ട്. പക്ഷേ വേറൊരു പദത്തിലാണ് ഹംസ വരുന്നത് എന്നുള്ളത് കൊണ്ട് നിർബന്ധമില്ല, വേണമെങ്കിൽ നീട്ടിയാൽ മതി. 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുണ്ട്. അത് മദ് മുൻഫസിലാണ്.
ഇനി അവിടെ ഒരു ജീം മുകളിൽ കാണാം. അപ്പോൾ പാരായണം അവിടെ നിർത്തിയിട്ടും ഓതാം, നിർത്താതെയും ഓതാം. രണ്ടിനും ഒരേ പ്രാധാന്യമാണ് ഉള്ളത് ജീം അവിടെ കാണുന്നത് കൊണ്ട്. പക്ഷേ അവിടെ ജീം കണ്ടതുകൊണ്ട് അവിടെ നിർത്തിയിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ പിന്നെ ബലാ എന്ന് നീട്ടൂല. രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിൽ മാത്രമേ ബലാ എന്ന് സാധാരണ രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം മാത്രമേ ലാമിന് അങ്ങനെയാണെങ്കിൽ കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്ന എന്നുള്ളിടത്ത് നൂനിന് ശബ്ദമുണ്ട്, അത് മണിക്കുക. റബ്ബഹു എന്നുള്ളതിലെ ഹു എന്നുള്ളത് ലമീറിൻ്റെ ഹ ആണ്. രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം വേണം. അത് ഒരുപാട് പ്രാവശ്യം പറഞ്ഞതുകൊണ്ട് ആവർത്തിക്കുന്നില്ല. കാന ബിഹി എന്നുള്ളതിലെ ഹി എന്നുള്ളതും രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം വേണം. അത് നമുക്കറിയാം, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലമീറിൻ്റെ ഹ ആണ്. ബസ്യൂറ എന്നുള്ളത് എഴുതിയിരിക്കുന്നത് ബസ്യൂറൻ എന്നാണെങ്കിലും ബസ്യൂറ എന്ന് നിർത്തുമ്പോൾ പാരായണം ചെയ്യാം. ഫലാ ഉഖ്സിമു, അവിടെ ലാ എന്ന നീട്ടൽ മദ് മുൻഫസിലാണ്. നിർബന്ധമില്ല 4-5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. കാരണം ലാ എന്ന നീട്ടലും പിന്നീട് ഒരു ഹംസ വരുന്നുണ്ട്, ആ ഹംസ വേറെ പദത്തിലാണ്. ഉഖ്സിമു, ഖാഫിന് സുക്കൂന് കൽക്കലത്തിൻ്റെ അക്ഷരം കുറച്ച് കട്ടിയിൽ പറയണം. ബിഷഫഖി എന്നാണ് എഴുതിയിരിക്കുന്നത്. ബിഷഫഖ് സുക്കൂന് കൊടുത്തിട്ടാണ് നിർത്തുക. അപ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരത്തിന് സുക്കൂന് വന്ന ആ ഒരു നിയമം ബാധകമാണ്. കുറച്ച് കട്ടിയിൽ പറയണം. അടുത്ത ആയത്തിൻ്റെ അവസാനത്തിൽ വസഖ് എന്ന് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നീട് വരുന്ന ഇദത്തസഖ് എന്ന് പറയുമ്പോഴും ഇതേപോലെ അവസാനത്തിൽ ശ്രദ്ധിക്കണം. പിന്നീടുള്ള ആയത്തിൽ ലതർകബുന്ന നൂനിന് ശദ്ദ് വന്നു, മണിക്കുക. ത്വബഖൻ, അവിടെ തൻവീന് വന്നു, അത് ഐനിൻ്റെ മുമ്പാണ്. ഐനിന് മുമ്പ് തൻവീന് വന്നാൽ അത് ഹൽക്കിൻ്റെ അക്ഷരത്തിൻ്റെ മുമ്പ് തൻവീന് വന്നതായതുകൊണ്ട് ഇൽഹാർ ചെയ്യണം, വെളിവാക്കണം, നൂനിനെ വ്യക്തമാക്കി കേൾപ്പിക്കണം. ത്വബഖൻ എന്നുള്ളത് ആൻ ത്വബഖ്. രണ്ടാമത് അൻ എന്നുള്ളിടത്ത് ഒരു നൂന് വന്നിട്ടുണ്ട്, അത് ത്വാഇൻ്റെ മുമ്പാണ്. ത്വാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ അതിനെ ഇഖ്ഫാ ചെയ്യണം, മറച്ച് വെച്ചുകൊണ്ട് മണിക്കണം. ത്വബഖ്. ത്വബഖ് എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഖാഫിന് നമ്മൾ സുക്കൂന് കൊടുക്കും. അപ്പോൾ അത് കൽക്കലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് കട്ടിയിൽ പറയണം. അടുത്ത ആയത്തിൻ്റെ അവസാനത്തിൽ യുഅ്മിനൂൻ എന്ന നീട്ടൽ നേരത്തെ പറഞ്ഞ പോലെ മദ് ആരിളാണ്. അവിടെ നൂനിന് ഏറ്റവും അവസാനം സുക്കൂന് കൊടുക്കും. തൊട്ട് മുമ്പത്തെ നീട്ടൽ 2, 4, 6 അക്ഷരങ്ങളുടെ വരെ അത്ര ദൈർഘ്യം വരെ നീട്ടാവുന്ന മദ് ആരിളാണ് അവിടെ നിയമം വരിക. അടുത്ത ആയത്തിൽ ഇദാ ഖുരിഅ അലൈഹിമുൽ ഖുർആനു ലാ യസ്ജുദൂൻ എന്നുള്ളിടത്തും അവസാനത്തിൽ ആ യസ്ജുദൂൻ എന്ന ആ ഒരു നീട്ടൽ മദ് ആരിളാണ്. പിന്നീട് അടുത്ത ആയത്തിൽ യുകസിബൂൻ എന്നുള്ളതിൻ്റെ അവസാനത്തിലും മദ് ആരിൾ വരുന്നു. 23-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തിൽ യുഊൻ എന്നിടത്തും ഇതേ നിയമം തന്നെ വരുന്നുണ്ട്. 24-ാമത്തെ ആയത്തിൽ ഫബശ്ശിർഹും, അവിടെ റാഇന് സുക്കൂന് വന്നു, അതിൻ്റെ തൊട്ട് മുമ്പ് കെസറുള്ള അക്ഷരമാണ്, അതുകൊണ്ട് ര് എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കേണ്ടത്. ഫബശ്ശിർഹും. പിന്നെ ഹും എന്നുള്ളിടത്ത് സുക്കൂനുള്ള മീമ് വന്നു, അത് പക്ഷേ ബാഇൻ്റെ മുമ്പാണ്. ബി അസാബിൻ, അവിടെ ബാഇൻ്റെ മുമ്പാണ്. ബാഇൻ്റെ മുമ്പ് സുക്കൂനുള്ള മീമ് വന്നു കഴിഞ്ഞാൽ അവിടെ മണിക്കണം. ഒരൽപ്പം ഇഖ്ഫാഓടുകൂടി അവ്യക്തതയോടുകൂടി മീമിനെ മണിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഹും ബി എന്നുള്ള രൂപത്തിലേക്ക് പോവും. അസാബിൻ എന്നുള്ളതിൽ ബാഇന് തൻവീന് വന്നു, അത് ഹംസയുടെ മുമ്പ്. അലീം എന്നുള്ളതിൽ ഹംസയുടെ മുമ്പാണ്. ഹംസയുടെ മുമ്പ് തൻവീന് വന്നാൽ ഇൽഹാറാണ് നിയമം. അവിടെ ആ നൂനിൻ്റെ ശബ്ദം വെളിവാക്കണം. അലീമിൻ എന്നാണ് എഴുതിയിരിക്കുന്നത് എങ്കിലും പാരായണം നിർത്തുമ്പോൾ അലീം എന്ന് പാരായണം ചെയ്യും. അവിടെയും മദ് ആരിളാണ് നിയമം വരിക. പിന്നീട് അവസാനത്തെ ആയത്തിൽ ലഹും അജ്റുൻ എന്നുള്ളിടത്ത് റാഇന് തൻവീന് വന്നിട്ടുണ്ട്, അത് ഖൈനിൻ്റെ മുമ്പാണ്. അവിടെ ഈ പറഞ്ഞ ഖൈനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹൽക്കിൻ്റെ അക്ഷരമായതുകൊണ്ട്, തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരമായതുകൊണ്ട് അവിടെയുള്ള തൻവീനിനെ ഇൽഹാർ ചെയ്യണം, അതിൻ്റെ നൂനിൻ്റെ ശബ്ദത്തെ വെളിവാക്കണം. അപ്പോൾ റുൻ എന്ന തൻവീനിലുള്ള നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. മംനൂൻ എന്നുള്ള സ്ഥലത്ത് മദ് ആരിളാണ് നിയമം വരിക. കാരണം നമ്മളായിട്ട് സുക്കൂന് കൊടുക്കുകയാണ് അവസാനത്തെ അക്ഷരത്തിന്, അതിന് തൊട്ട് മുമ്പുള്ള നീട്ടൽ 2, 4, 6 അക്ഷരത്തിൻ്റെ ദൈർഘ്യം വരെ ആവാം. എന്നാൽ അവിടെ ഒരു ചെറിയ മീമ് താഴെ ഇട്ടത് കണ്ടില്ലേ? ഏറ്റവും അവസാനത്തെ ആയത്തിലെ അവസാനത്തെ അക്ഷരത്തിൻ്റെ നൂനിൻ്റെ താഴെയായിട്ടൊരു ചെറിയ മീമ് കണ്ടില്ലേ? വാല് താഴേക്കാക്കിയിട്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മൾ അടുത്ത സൂറത്തിലേക്ക് പാരായണം തുടരുകയാണെങ്കിൽ, ചേർത്തി ഓതുകയാണെങ്കിൽ, ഇവിടെ നിർത്താതെ, അങ്ങനെയാണെങ്കിൽ അടുത്ത സൂറത്തിൻ്റെ തുടക്കത്തിലുള്ള ബിസ്മിയിലേക്കാണല്ലോ പോവുക. അപ്പോൾ അതുകൊണ്ട് ബിസ്മിയുടെ തുടക്കത്തിലുള്ള ആ ബാ അതിൻ്റെ തൊട്ട് മുമ്പാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ മംനൂനിൻ എന്ന തൻവീന് വരിക.
അതുകൊണ്ട് തന്നെ ബാഇൻ്റെ മുമ്പ് തെൻവീന് വന്നു കഴിഞ്ഞാൽ ഇഖ്ലാബ് എന്ന നിയമത്തിലേക്കാണ് പോവുക. അപ്പോൾ അവിടെയുള്ള നൂനിൻ്റെ ശബ്ദത്തെ മീമിൻ്റെ ശബ്ദമാക്കി മാറ്റും, ഇഖ്ലാബ് ചെയ്യും. അപ്പോൾ ഒരല്പം ഇഖ്ഫാഓടുകൂടി കുറച്ച് വ്യക്തമല്ലാത്ത രൂപത്തിൽ മീമിനെ പറയുകയാണ് ചെയ്യേണ്ടത്. മംനൂനി ബിസ്മില്ല അങ്ങനെയാണ് തുടങ്ങുക, മംനൂനി ബിസ്മി. അപ്പോൾ ആ സമയത്താണ് ആ മീമ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ, ഈ സൂറത്തിൻ്റെ അവസാനത്തിൽ കൊണ്ടുപോയി പാരായണം നിർത്തുകയാണെങ്കിൽ മംനൂൻ എന്ന് പറഞ്ഞിട്ടാണ് പാരായണം നിർത്തുക. ഇനി നമുക്ക് ഈ സൂറത്തൊന്ന് ആദ്യം മുതൽ പാരായണം ചെയ്ത് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദസ് സമാഉ ശഖ്ഖത് വഅദിനത് ലിറബ്ബിഹാ വഹുഖ്ഖത് വഇദൽ അർദു മുദ്ദത് وألقت ما فيها وتخلت وأذنت لربها وحقت يا أيها الإنسان إنك كادح إلى ربك كدحا فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أهله مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا فلا أقسم بالشفق والليل وما وسق والقمر إذا اتسق لتركبن طبقا عن طبق فما لهم لا يؤمنون وإذا قرئ عليهم القرآن لا يسجدون بل الذين كفروا يكذبون والله أعلم بما يوعون فبشرهم بعذاب أليم إلا الذين آمنوا وعملوا الصالحات لهم أجر غير ممنون. അല്ലാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ള ആളുകൾക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്ന നല്ല സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.